ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ മോക്ക് ടെസ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സൈക്കോളജി പോർഷനിലെ വിദ്യാഭ്യാസ പദ്ധതികൾ എന്നൊരു ടോപ്പിക് ഉണ്ട്. അതിൽ നമ്മൾ ഏറ്റവും പുതിയ വിദ്യാഭ്യാസ പദ്ധതികൾ, അതായത് ആനുകാലിക വിഷയങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. അങ്ങനെയുള്ള 20 പദ്ധതികൾ എടുത്തിട്ടുണ്ട്. 20 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഞാനതിന് ഓപ്ഷൻസ് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് അറിയാവുന്നത് എഴുതി വയ്ക്കുക, അറിയാൻ പാടില്ലാത്തതെല്ലാം എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് ചെയ്ത് വയ്ക്കുക. എന്താണെന്ന് വെച്ചാൽ ചെയ്ത് പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോവാം. കേരള സർക്കാർ അടുത്തിടെ ആരംഭിച്ച ഡിജിറ്റൽ മീഡിയ ലിറ്ററസി പ്രോഗ്രാം ഏതാണെന്ന്? ഡിജിറ്റൽ മീഡിയ ലിറ്ററസി പ്രോഗ്രാമാണ് ഏത്? സത്യമേവ ജയതേ. സത്യമേവ ജയതേ എന്നാണ് ഡിജിറ്റൽ മീഡിയ ലിറ്ററസി പ്രോഗ്രാം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും വിദ്യാർത്ഥികളുടെ ഗവേഷണ മികവ് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ UGC ആരംഭിച്ച പദ്ധതി ഏത്? UGC ആരംഭിച്ച പദ്ധതിയാണ് സ്ട്രൈഡ് എന്ന് പറയും. STRIDE, സ്ട്രൈഡ്. എന്താണ് എൻ്റെ ഫുൾ ഫോം? സ്കീം ഫോർ ട്രാൻസ് ഡിസിപ്ലിനറി റിസർച്ച് for India's developing economy. ഇതാണ് ഇതിൻ്റെ ഫുൾ ഫോം. സ്ട്രൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കീം ഫോർ ട്രാൻസ് ഡിസിപ്ലിനറി റിസർച്ച് ഫോർ ഇന്ത്യാസ് ഡെവലപ്പിംഗ് എക്കോണമി. ഓക്കെ, അപ്പോൾ എന്താണ്? യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും വിദ്യാർത്ഥികളുടെ ഗവേഷണ മികവ് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ UGC ആരംഭിച്ച പദ്ധതിയാണ് സ്ട്രൈഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1 മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ഓൺലൈൻ വിദ്യാഭ്യാസ പരിപാടിയാണ് ഏതെന്ന് പറയുന്നത്? ഫസ്റ്റ് ബെൽ. എന്താണ്? ഫസ്റ്റ് ബെൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അധ്യാപകരുടെ പങ്കാളിത്തത്തോടെ വിദ്യാലയങ്ങളിൽ ലഹരി വിമുക്തമാക്കുന്നതിനുള്ള എക്സൈസ് വകുപ്പിൻ്റെ പദ്ധതി. അതെങ്ങനെയാണ്? അധ്യാപക പങ്കാളിത്തത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? നേർവഴി. നേർവഴി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലഹരി വസ്തുക്കൾ സ്കൂൾ പരിസരങ്ങളിലേക്ക് കടക്കാതിരിക്കാൻ കേരള ആരോഗ്യ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി ഏതാണെന്ന്? ലഹരി വസ്തുക്കൾ സ്കൂൾ പരിസരങ്ങളിലേക്ക് കടക്കാതിരിക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് ഏത്? യെല്ലോ ലൈൻ എന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്കൂൾ കോളേജ് ക്യാമ്പസുകൾ ലഹരി വിമുക്തമാക്കാൻ ലക്ഷ്യമിട്ട് എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഏത്? ഉണർവ്. മറ്റേത് എന്തായിരുന്നു? നേർവഴി എന്തായിരുന്നു? നമ്മുടെ സ്കൂൾ പരിസരങ്ങൾ എന്തായിരുന്നു? അധ്യാപകരുടെ പങ്കാളിത്തത്തോട് ലഹരി വിമുക്തമാക്കാനുള്ള പദ്ധതിയാണ്. നേർവഴി, തിരിഞ്ഞു പോകരുത്. ഇതെന്താണ്? സ്കൂൾ കോളേജ് ക്യാമ്പസുകൾ ലഹരി വിമുക്തമാക്കാൻ എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിദ്യാർത്ഥികളിൽ അക്കാദമി മികവിനൊപ്പം സാമൂഹിക മികവ് വളർത്താനും മാനസിക പിരിമുറുക്കം ലഘൂകരിക്കാനുമായി കേരള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണത്? സഹിതം. അതായത് അക്കാദമി മികവ് മാത്രം പോരാ, അവർക്ക് എന്തും കൂടി വേണം? സാമൂഹിക മികവും കൂടി വേണം. അതേപോലെ മാനസിക പിരിമുറുക്കം അവരുടെ കുറയ്ക്കുകയും ചെയ്യണം. അതായത് സഹിതം, നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു മീനിങ്ങിൽ സഹിതം, അതാണ് പദ്ധതി എന്ന് പറയുന്നത്. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് വസ്തുക്കൾ വീട്ടിൽ നിന്ന് സ്കൂളിൽ കൊണ്ടുവരുന്ന കുട്ടികൾക്ക് കിലോയ്ക്ക് 75 രൂപ നൽകുന്ന ഹിമാചൽ പ്രദേശ് പദ്ധതി എന്താണ്? ബൈബാക്ക് സ്കീം. ബൈബാക്ക് സ്കീം എന്ന് പറയും. അതായത് ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ നിരോധിച്ചില്ല. അപ്പോൾ അതെന്താണ്? അത് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യും? 75 രൂപ കൊടുക്കും. അത് പിള്ളേർക്ക് എപ്പോഴും ഒരു പ്രോത്സാഹനമല്ലേ? കാശ് കിട്ടാൻ വേണ്ടി അവരെന്ത് ചെയ്യും? അത് ഇങ്ങനത്തെ വീട്ടിലുള്ള പ്ലാസ്റ്റിക്കും ഒക്കെ എന്ത് ചെയ്യും? കളക്ട് ചെയ്ത് സ്കൂളുകളിൽ കൊണ്ടുവന്ന് കൊടുക്കും. അപ്പോൾ നമ്മുടെ പരിസ്ഥിതിയും അത് പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ അത് ഏതാണ്? ബൈബാക്ക് സ്കീം ആരംഭിച്ച സ്റ്റേറ്റ് ഏതാണ്? അത് ഹിമാചൽ പ്രദേശാണ്. അതും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സർക്കാർ സ്കൂളുകൾ ശക്തിപ്പെടുത്തുന്നതിനായി മാനഭാടി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാ? മാനഭാടി. ചിലപ്പോൾ നമ്മുടെ സ്കൂള്, നമ്മുടെ സ്ഥലം, നമ്മുടെ സ്കൂളൊന്നും വല്ലതായിരിക്കും എൻ്റെ മീനിങ്. ഓക്കെ, അതേതാണ്? തെലുങ്കാനയാണ് എന്ത് പറയുന്നത്? മാനഭാടി പദ്ധതി ആരംഭിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രി ആരംഭിച്ച സ്കൂളുകൾ അറിയപ്പെടുന്നത് എന്താണ്?
PM ശ്രീ സ്കൂൾ എന്നറിയപ്പെടും. PM ശ്രീ സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിങ് ഇന്ത്യ. ഇതാണ് അതിൻ്റെ ഇന്ത്യ. ദേശീയ അതായത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് ഏറ്റവും പുതിയ 2023 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് ആരംഭിച്ച സ്കൂളുകളാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? PM ശ്രീ സ്കൂള്. ഇതിന് നടപ്പാക്കാനുള്ള ചുമതല കൊടുത്തിരിക്കുന്നത് SSA ആണ്, സമഗ്ര ശിക്ഷാ അഭിയാൻ. ഇപ്പോൾ സമഗ്ര ശിക്ഷാ അഭിയാൻ അല്ലേ, സർവ്വശിക്ഷാ അഭിയാൻ മാറി സമഗ്ര ശിക്ഷാ അഭിയാൻ. അപ്പോൾ സമഗ്ര ശിക്ഷാ അഭിയാനാണ് ഈ പദ്ധതി നടപ്പിലാക്കാനായിട്ട്, അതായത് ആ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്ന പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടുള്ള സ്കൂളുകളാണ് എന്തെന്ന് പറയുന്നത്? PM ശ്രീ സ്കൂൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണത്? സമഗ്ര ശിക്ഷാ അഭിയാനാണ് അതിൻ്റെ നടത്തിപ്പ് ചുമതല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ആത്മഹത്യാ പ്രവണത കുറയ്ക്കാനായിട്ടാണ്, ആത്മഹത്യാ പ്രവണത തടയുന്നതിന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ആരംഭിച്ച പദ്ധതിയാണ് ഇത് ഉമ്മീദ് എന്ന് പറയും. എന്താണ്? ഉമ്മീദ്. ഇതാണ് എൻ്റെ ഫുൾ UMMEED, ഉമ്മീദ്. ഉമ്മീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അണ്ടർസ്റ്റാൻഡ്, മോട്ടിവേറ്റ്, മാനേജ്, എംപതൈസ്, എംപവർ, ഡെവലപ്മെൻറ്റ്. അപ്പോൾ എന്താണ് ഉമ്മീദ് എന്ന് പറഞ്ഞാൽ? ഉമ്മീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ വിദ്യാർത്ഥികളിലെ ആത്മഹത്യാ പ്രവണത തടയുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ആരംഭിച്ച പദ്ധതിയാണ്. ഉമ്മീദിൻ്റെ ഫുൾ ഫോം എന്താണ്? അണ്ടർസ്റ്റാൻഡ്, മോട്ടിവേറ്റ്, മാനേജ്, എംപതൈസ്, എംപവർ, ഡെവലപ്മെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മികച്ച പഠന നിലവാരം പുലർത്തുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് റെസിഡൻഷ്യൽ സ്കൂൾ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനുള്ള കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയത്തിൻ്റെ പദ്ധതി എന്താണെന്ന്? ആ പദ്ധതി അറിയപ്പെടുന്നത് എന്താണ്? ശ്രേഷ്ഠ എന്നാണ്. മികച്ച പഠന നിലവാരം പുലർത്താനായി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2023 ജനുവരിയിൽ വിദ്യാർത്ഥികൾക്കായി സ്കൂൾ ഓഫ് എമിനൻസ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏത്? 2023 ജനുവരി. ഇതെല്ലാം ആനുകാലികമാണ്, ഏറ്റവും പുതിയതായിട്ടുള്ള തുടങ്ങിയ വിദ്യാഭ്യാസ പദ്ധതികളാണ്. നിങ്ങൾ എന്തായാലും അതൊക്കെ പഠിച്ചിട്ടേ പോകാവുള്ളൂ. കാര്യം പണ്ടത്തെ കാര്യങ്ങൾ ചോദിക്കുന്നതിലും ഇമ്പോർട്ടൻസ് അവർ എപ്പോഴും കൊടുക്കുന്ന എന്താണ്? ലേറ്റസ്റ്റ് ആയിട്ടുള്ള പദ്ധതികൾക്കായിരിക്കും. അപ്പോൾ ഏതാണ് 2023 ജനുവരിയിൽ വിദ്യാർത്ഥികൾക്കായി സ്കൂൾ ഓഫ് എമിനൻസ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം എന്ന് പറയുന്നത്? പഞ്ചാബാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കുന്ന UGC ആരംഭിക്കുന്ന പദ്ധതി. നേരത്തെ നമ്മൾ UGCയുടെ ഒരു പദ്ധതി പറഞ്ഞു അല്ലേ? എന്തായിരുന്നു? ഗവേഷണ മികവ് വർദ്ധിപ്പിക്കാനായിട്ട് UGC ആരംഭിച്ച പദ്ധതിയായിരുന്നു എന്ത്? സ്ട്രൈഡ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് പറയുന്നത്? ദേശീയ വിദ്യാഭ്യാസ നയം. അങ്ങനെ ഒരു നയമൊക്കെ ഇറക്കിയിട്ടുണ്ട്, പക്ഷെ അത് എന്താണ് ഏതാണെന്ന് ആർക്കും ഒന്നും അറിയില്ല. അപ്പോൾ അതിനെപ്പറ്റി കുട്ടികളെ അവെയർ ആക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? സാരഥി, SAARTHI എന്ന് പറയുന്നത് സാരഥി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്നവരുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിനായി സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതി എന്താണെന്ന്? സാമൂഹികമായും സാമ്പത്തികമായും അവർക്ക് എന്ത് ചെയ്യണം? വിദ്യാഭ്യാസം പിന്നോക്കം നിൽക്കുന്നവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് എന്ത്? സേവാസ് എന്ന് പറയുന്നത്. സേവാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽഫ് എമർജിങ് വില്ലേജ് ത്രൂ അഡ്വാൻസ് സപ്പോർട്ട്. ഇതാണ് സേവാസ് എന്ന് പറഞ്ഞാൽ. സേവാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽഫ് എമർജിങ് വില്ലേജ് ത്രൂ അഡ്വാൻസ് സപ്പോർട്ടാണ് സേവാസ് എന്ന് പറയുന്നത്. അപ്പോൾ സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്നവരുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിനായി സമഗ്ര ശിക്ഷ കേരളയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പദ്ധതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? കോളേജ് സ്റ്റാർട്ടപ്പുകളെ പ്രായോഗികവും സുസ്ഥിരവുമായ സംരംഭങ്ങളായി വളർത്താൻ സഹായിക്കുന്ന കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ പദ്ധതി ഏതാണ്? കോളേജ് സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടിയിട്ട് എന്താണ്? കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ പദ്ധതിയാണ് എന്താ? ടൈ യൂണിവേഴ്സിറ്റി എന്നത്. ടൈ
യൂണിവേഴ്സിറ്റി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പട്ടികവർഗ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുവാനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി. നമ്മൾ നേരത്തെ പറഞ്ഞത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് എന്താണ് റെസിഡൻഷ്യൽ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതിയായിരുന്നു എന്ത് ശ്രേഷ്ഠ എന്ന് പറയുന്നത്. ഇപ്പോൾ പറയുന്നത് എന്താണ്? പട്ടികവർഗ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്താനുള്ള പദ്ധതിയാണ് എന്ത് ഗോത്രബന്ധു എന്നത്. ഗോത്രബന്ധു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകുന്നതിനുള്ള സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതി. സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതിയാണെന്ത്? വിദ്യാകിരണം. വിദ്യാകിരണമാണ് സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1 മുതൽ 12ാം ക്ലാസ് വരെയുള്ള പാഠഭാഗങ്ങളുടെ ഡിജിറ്റൽ പതിപ്പുകൾ ലഭ്യമാക്കാൻ ആരംഭിച്ച വെബ് പോർട്ടലാണ് എന്തെന്ന് പറയുന്നത്? സമഗ്ര പോർട്ടൽ. നമുക്ക് ഏതൊരു ക്ലാസ്സിൻ്റെയും ടെക്സ്റ്റ് ബുക്ക്, SCERT ടെക്സ്റ്റ് ബുക്കൊക്കെ കിട്ടുന്ന എവിടെ നിന്നാണ്? സമഗ്ര പോർട്ടലിൽ നിന്നാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രീ പ്രൈമറി രംഗത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള പഠന സൗകര്യം ഒരുക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണെന്ന്. പ്രീ പ്രൈമറി രംഗത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള പഠന സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഏത്? വർണ്ണക്കൂടാരം എന്നത്. വർണ്ണക്കൂടാരം. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് പദ്ധതികൾ? 20 പദ്ധതികളെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇനിയുമുണ്ട് നമുക്ക് കുറച്ചധികം പദ്ധതികളും കൂടി ഏറ്റവും ആനുകാലികമായിട്ടുണ്ട്. അത് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ അതുവരേക്കും, അടുത്ത ടോപ്പിക് വരെ കാണും വരേക്കും താങ്ക് യു.